ഹരേ രാമ ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. 30 വർഷത്തിന് ശേഷം 2 തവണ ശനി ശുക്ര സംയോഗം. നിങ്ങളുടെ കർമ്മഭാവവും ധനഭാവങ്ങളും ഇനി അഭിവൃദ്ധിയിലേക്ക് കുതിക്കുവാൻ പോകുന്നു. ഓരോ ഗ്രഹവും വ്യത്യസ്ത വേഗതയിൽ ഒരു രാശിയിൽ നിന്നും അടുത്ത രാശിയിലേക്കും ഒരു നക്ഷത്രത്തിൽ നിന്നും അടുത്ത നക്ഷത്രത്തിലേക്കും സഞ്ചരിക്കുന്നു. ഓരോ രാശിയിലും ഗ്രഹങ്ങൾ വ്യത്യസ്ത രീതിയിലുള്ള ഫലങ്ങളാണ് സമ്മാനിക്കുക. അതും രാശി അധിഷ്ഠിതമാണ്. ഇത് കൂടാതെ തന്നെ സഞ്ചാരത്തിനിടെ രണ്ടോ അതിലധികമോ ഗ്രഹങ്ങൾ ഒരേ രാശിയിൽ കണ്ടുമുട്ടുകയും ചെയ്യും. ഈ ഗ്രഹസംഗമങ്ങളും ആളുകളുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രഭാവങ്ങളാണ് സൃഷ്ടിക്കുന്നത്. ജ്യോതിഷത്തിലെ 2 പ്രധാന ഗ്രഹങ്ങളാണ് ശനിയും ശുക്രനും. 2024-ലും 2025-ലുമായി ശനിയും ശുക്രനും 2 തവണ കണ്ടുമുട്ടുന്നുണ്ട്. 2024 ഡിസംബറിൽ ഒരു ശനി ശുക്ര സംയോഗം നടന്നു കഴിഞ്ഞു. ഇനി വരുന്ന മാർച്ചിലും ശനി ശുക്ര സംയോഗം നടക്കും. ശനിയുടെയും ശുക്രന്റെയും ഈ സംയോഗം ചില രാശിക്കാരായ ആളുകൾക്ക് വളരെയധികം ഭാഗ്യമാണ് സമ്മാനിക്കുക. ഇവർക്ക് ജീവിതത്തിലും കരിയറിലും ബിസിനസ്സിലുമെല്ലാം വളരെയധികം നേട്ടങ്ങളാണ് ഇനി വന്നു ചേരുന്നത്. ഇനി ഏതൊക്കെ ഭാഗ്യരാശിക്കാർക്കാണ് ഈ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നത് എന്ന് നോക്കാം. ആദ്യം കുംഭം രാശിക്കാരാണ്. അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ശനിയുടെ രാശിയാണ് കുംഭം രാശി. കുംഭം രാശിയിൽ ജനിച്ചവർക്ക് ശനി ശുക്ര സംയോഗത്താൽ വളരെയധികം നേട്ടങ്ങളാണ് ഇനി വന്നു ചേരുക. കാരണം ആദ്യത്തെ സംയോഗം ഈ രാശിയുടെ ലഗ്നഭാവത്തിലാണ് നടക്കുന്നത്. രണ്ടാമത്തേത് നടക്കുന്നത് ധനഭാവത്തിലും. അതുകൊണ്ട് തന്നെ ഈ 2 ഗ്രഹങ്ങളുടെയും കൂടിച്ചേരലിലൂടെ ഏറ്റവും അധികം ലാഭം നേടുന്ന ഒരു രാശിക്കാരാണ് കുംഭം രാശി. ആകസ്മികമായ ധനനേട്ടം, ബിസിനസ്സിലും ജോലിയിലും വളരെയധികം ഉയർച്ച, വരുമാന വർധനവ് എന്നിങ്ങനെ അനവധി നേട്ടങ്ങൾ കുംഭരാശിക്കാർക്ക് ഈ ശനി ശുക്ര സംയോഗത്തിലൂടെ വന്നു ചേരും. ബിസിനസ്സുകാർക്ക് ബിസിനസ് വിപുലപ്പെടുത്തുവാനും പുതിയ മേഖലകളിലേക്ക് പ്രവേശിക്കുവാനും സാധിക്കുന്നതാണ്. ലാഭം മുൻനിർത്തിയുള്ള എല്ലാവിധ പദ്ധതികളും നിങ്ങളുടെ വിജയത്തിലേക്ക് കുതിക്കും. ശനിയുടെ അനുഗ്രഹത്തിലൂടെ വ്യക്തിപരമായും മാനസികമായും വളരെയധികം വളർച്ച നേടുന്ന കാലം കൂടിയാണ് നിങ്ങൾക്ക് വന്നെത്തുന്നത്. പങ്കാളിത്തമായി നിങ്ങൾ നടത്തുന്ന ബിസിനസ്സിൽ വളരെയധികം ധനലാഭവും വന്നു ചേരും. കുംഭരാശിക്കാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച വർഷങ്ങളിലൊന്നാണ് ഈ വന്നിരിക്കുന്ന 2025 എന്ന വർഷം. വളരെ കാലങ്ങളായി നീണ്ടുനിന്ന നിങ്ങളുടെ എല്ലാവിധ പരിശ്രമങ്ങൾക്കും ഫലപ്രാപ്തി കൈവരുന്നതാണ്. ഏത് കാര്യത്തിലേർപ്പെട്ടാലും ഈ കൂട്ടരായ ആളുകൾക്ക് വിജയം സുനിശ്ചിതമായിരിക്കും. 2025 എന്ന വർഷം കുംഭരാശിക്കാരുടെ ഭാഗ്യവർഷമായി തന്നെ നിസ്സംശയം പറയാവുന്നതാണ്. അടുത്തത് മകരം രാശിക്കാരാണ്. ഉത്രാടം ആദ്യ മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി. ശനിയുടെയും ശുക്രന്റെയും ഈ സംയോഗം വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കുന്ന അടുത്ത രാശിക്കാർ മകരരാശിക്കാരാണ്. ഈ രാശിയിൽ ജനിച്ചവരുടെ ധനഭാവത്തിലും 3-ാം ഭാവത്തിലുമാണ് ഈ 2 സംയോഗങ്ങൾ നടക്കുക. അതുകൊണ്ട് തന്നെ ഇവർക്ക് കാലാകാലങ്ങളിൽ സാമ്പത്തികമായി വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. ഇവരുടെ സാഹസികമായ കാര്യങ്ങളെല്ലാം വർദ്ധിക്കുന്നതാണ്. കൂടുതൽ ഉത്സാഹവും ഉന്മേഷവും അനുഭവപ്പെട്ടു തുടങ്ങും. അപ്രതീക്ഷിതമായി ധാരാളം പണം നിങ്ങളുടെ കൈവശം വന്നു ചേരും. ജോലിയിൽ ഉന്നത പദവികൾ നേടുവാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായി നിങ്ങൾക്ക് ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറുന്നതാണ്. ആരോഗ്യ കാര്യത്തിൽ വളരെയധികം തൃപ്തി വന്നു ചേരും. അനാവശ്യമായ ചിന്തകളെല്ലാം നിങ്ങൾ ഈ സമയം ഒഴിവാക്കേണ്ടതാണ്. മനസ്സിന് സന്തോഷം വളരെയധികം വന്നു ചേരുന്ന ദിവസങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നിങ്ങളുടെ പങ്കാളിയോടൊപ്പം കുടുംബസമേതത്തോടൊപ്പവും സമയം ചെലവഴിക്കുവാൻ വളരെയധികം അവസരങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ സഹോദരങ്ങളുമായുള്ള ബന്ധം വളരെയധികം ദൃഢമാകുന്ന ദിവസങ്ങളാണ്. നിങ്ങളെ ഇതുവരെ തോൽപ്പിച്ചു കൊണ്ടിരുന്ന ശത്രുക്കളുടെ മേൽ നിങ്ങൾക്കിനി വിജയം നേടുവാൻ സാധിക്കുന്നതാണ്. ഈ പുതുവർഷം
മകരരാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങളാണ് സമ്മാനിക്കുക. 2025 എന്ന വർഷം ഇവരെ സംബന്ധിച്ച് സാമ്പത്തികമായി വളരെയധികം മുന്നേറ്റം സമ്മാനിക്കുന്ന വർഷമാണ്. ധനപരമായി വളരെയധികം ഉയർച്ച ഉണ്ടാകുന്നതിനോടൊപ്പം തന്നെ ഈ രാശിക്കാരായ ആളുകൾ പണമിടപാടുകളിൽ വളരെയധികം ശ്രദ്ധയും സൂക്ഷ്മതയും പുലർത്തേണ്ടതും അത്യാവശ്യമാണ്. പുതിയ സംരംഭങ്ങളിൽ പണം നിക്ഷേപിക്കുവാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ടാമതൊരു ചിന്തയുടെ ആവശ്യമില്ല. തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഇരുവട്ടം ആലോചിക്കുന്ന ശീലം ഈ രാശിക്കാർക്കുണ്ടെങ്കിലും ഇത്തവണ ഭാഗ്യം നിങ്ങളുടെ പക്ഷത്തായതുകൊണ്ട് തന്നെ ഏർപ്പെടുന്ന എല്ലാവിധ കാര്യങ്ങളിലും വിജയം സുനിശ്ചിതമാണ്. സാമ്പത്തികമായ സ്ഥിതിയിൽ അപ്രതീക്ഷിത മുന്നേറ്റം നിങ്ങൾക്ക് വന്നു ചേരും. വിവാഹം ആലോചിക്കുന്ന ആളുകൾക്ക് മനസ്സിനിണങ്ങിയ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതാണ്. ശാരീരികമായുള്ള വിഷമതകളെല്ലാം നിങ്ങളെ വിട്ടൊഴിയും. വിദേശ തൊഴിൽ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കുന്നതാണ്. സകുടുംബം ഒന്നിലധികം തവണ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനും സാധിക്കും. ഇരുചക്രം വാഹനം മാറ്റി പുതിയ വാഹനം വാങ്ങുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. നിങ്ങളുടെ ഭവന നിർമ്മാണം പൂർത്തീകരിക്കുവാൻ സാധിക്കും. പണമിടപാടുകളിൽ വളരെയധികം നേട്ടം വന്നു ചേരും. രോഗദുരിതത്തിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം വന്നു ചേരുന്നതാണ്. പതിവിൽ കൂടുതൽ യാത്രകൾ വേണ്ടി വരുന്നതാണ്. പ്രദോഷ വ്രതമനുഷ്ഠിച്ച് ശിവഭജനം നടത്തുന്നത് വളരെയധികം ഗുണകരമാണ്. അടുത്തത് ഇടവം രാശിക്കാരാണ്. കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി. ശനി ശുക്ര ഇരട്ട സംയോഗത്താൽ ഇടവം രാശിക്കാർക്ക് വളരെയധികം നേട്ടങ്ങളാണ് ഇനി വന്നു ചേരുന്നത്. നിങ്ങളുടെ കർമ്മഭാവത്തിലും വരുമാനവുമായി ബന്ധപ്പെട്ട ഭാവത്തിലുമാണ് ഈ സംയോഗങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോലിയിൽ നിന്നും ബിസിനസ്സിൽ നിന്നും ഇടവം രാശിക്കാരായ ആളുകൾക്ക് വലിയ രീതിയിലുള്ള ലാഭങ്ങൾ വന്നു ചേരും. ഈ കാലയളവിൽ നിങ്ങളുടെ വരുമാനം ഇരട്ടിക്കുന്നതാണ്. പുതിയ വരുമാന സ്രോതസ്സുകൾ നിങ്ങൾക്ക് വന്നു ചേരും. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് ഈ കാലയളവ് വളരെയധികം ഗുണകരമാണ്. സഹപ്രവർത്തകരുമായുള്ള ബന്ധം വളരെയധികം മെച്ചപ്പെടുത്തുവാനും ജോലിയിൽ കൂട്ടായ പ്രവർത്തന മികവ് കാഴ്ചവെക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. മനസ്സിൽ സന്തോഷവും സമാധാനവും വന്നു ചേരും. സാമ്പത്തികമായ സ്ഥിതി നിങ്ങളുടെ മുൻപത്തെക്കാൾ മൂന്നിരട്ടി മെച്ചപ്പെടുന്നതാണ്. ഉദ്യോഗസ്ഥരായ ആളുകൾക്ക് സ്ഥാനക്കയറ്റവും ശമ്പള വർധനവും പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ബിസിനസ് രംഗത്തിൽ വളരെയധികം നേട്ടങ്ങൾ വന്നു ചേരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പ്രകടിപ്പിക്കുവാനുള്ള അവസരം ലഭിക്കുന്നതാണ്. വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി ലഭിക്കും. സാമ്പത്തികമായുള്ള എല്ലാവിധ വിഷമതകളും വിട്ടൊഴിയുന്നതാണ്. യാത്രകൾ വഴി നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും. സേനാ വിഭാഗങ്ങളിൽ ജോലി ലഭിക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കുന്നതാണ്. ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഈ സമയത്ത് ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്. വിവാഹ ആലോചനകളിൽ അനുകൂലമായ ബന്ധം വന്നു ചേരും. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ കേൾക്കുവാൻ ഇടവരുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ അലസതകളും വെടിഞ്ഞ് മനസ്സിന് സന്തോഷവും സമാധാനവും വന്നു ചേരും. ദോഷശമനത്തിനായി സുബ്രഹ്മണ്യ ഭജനം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.